ഈ വീഡിയോയിൽ സമഗ്രമായിട്ടുള്ള കുറേ ഗ്ലോബൽ അപ്ഡേറ്റ്സ് ആണ് ഇതിനകത്ത് നോക്കുന്നത്. പ്രധാനമായിട്ട് തീർച്ചയായിട്ടും മിഡിൽ ഈസ്റ്റ് ഉണ്ട്. തുർക്കിയുടെ തന്ത്രപരമായ ചില ഇടപെടലുകൾ എവിടെ, സിറിയയിൽ, അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതും കൂടെ ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അമേരിക്കയിൽ നിന്ന് പോവാം. അമേരിക്കയിൽ 2-3 കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ടതുണ്ട്. പ്രത്യേകിച്ച് കാനഡ അമേരിക്ക തമ്മിൽ ഈ റിട്ടാലിയേഷന്റെ ഭാഗമായിട്ട് കാനഡ ശരിക്കും പറഞ്ഞാൽ അവിടെ താരിഫുകൾ US-ലോട്ടും കൂടെ ഇമ്പോസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് കുറേ താരിഫുകൾ വെച്ചാൽ മിക്കവാറും ഉള്ള പ്രോഡക്റ്റുകൾക്കെല്ലാം 25% താരിഫ് കാനഡയും കൂടെ ഇംപ്ലിമെന്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടെന്നുള്ളതാണ്. ഇത് തന്നെയാണ് അവർ റിട്ടാലിയേഷൻ ഒരു പ്രൊസീജിയറായിട്ട് കാനഡ കയ്യിലെടുത്തിരിക്കുന്നത്. അതിന് ഏതാണ്ട് കനേഡിയൻ ഡോളർ 155 മില്യൺ വർത്ത് വരുന്ന അത്രത്തോളം പ്രോഡക്റ്റ് ആണ് US-ൽ നിന്നും ഇമ്പോർട്ട് ചെയ്യുന്നത്. US-ൽ നിന്നും കാനഡയിലേക്ക് ഇറക്കുമതി ചെയ്യുന്നതായിട്ടുള്ള സാധനം. ആ സാധനങ്ങൾക്കെല്ലാം തന്നെയും 4-ാം തീയതി മുതൽ, ഫെബ്രുവരി 4-ാം തീയതി അഥവാ നാളെ മുതൽ ഫുൾ ഫ്ലഡ്ജഡ് ആയിട്ട് 25% താരിഫ് ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടുള്ള ഓർഡറാണ്, ഉത്തരവാണ് കാനഡ പുറത്തിറക്കിയിരിക്കുന്നത്. അമേരിക്കയുടെ ഉള്ളിലായാലും ശരി, കാനഡയ്ക്ക് ഉള്ളിലായാലും ശരി, നല്ല രീതിയിലുള്ള ഒരു എക്കണോമിക് ഷഫ്ലിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. ആ രീതിയിൽ പോലും പറയാൻ പറ്റത്തില്ല. അതിനേക്കാളും കൂടുതലായിട്ട് പൊതുജനങ്ങളെ നല്ല രീതിയിൽ ബാധിക്കുന്ന തീരുമാനങ്ങളാണ് രണ്ട് രാജ്യത്തു നിന്നും നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇത് എങ്ങനെയാണ് ഇത് മറികടക്കാൻ പോകുന്നത് എനിക്കറിയത്തില്ല. പക്ഷെ അതേസമയം ചൈന കുറച്ചുകൂടെ ബുദ്ധിപൂർവ്വം അമേരിക്ക ചെയ്യുന്നത് അന്താരാഷ്ട്ര വ്യാപാര ഉടമ്പടികൾക്ക് എതിരാണ് എന്നുള്ള എലിഗേഷൻ മുന്നോട്ട് വെച്ചുകൊണ്ട് ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നുള്ള നിലയിലാണ് പറഞ്ഞിരിക്കുന്നത് ചൈന. പക്ഷെ എന്നാലും ചൈനയെ വെറുതെ വിടുന്ന ഏർപ്പാടില്ല. ഈ പനാമ കനാലിന്റെ വിഷയം വീണ്ടും അമേരിക്ക കയ്യിലെടുത്തിട്ടുണ്ട്. ഇപ്പോൾ മാർക്കോ റൂബിയോ, സ്റ്റേറ്റ് സെക്രട്ടറി, പനാമ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടുത്തെ പ്രസിഡന്റുമായിട്ട് സംസാരിച്ചിട്ട് കാര്യം പറഞ്ഞിരിക്കുന്നത് വളരെ വ്യക്തമാണ്. ചൈനയുടെ ബന്ധം എത്രയും വേഗം ഈ ഒരു പനാമ കനലിന്റെ ഭാഗത്തുനിന്ന് ഒഴിവാക്കുക, ചൈനയുടെ പ്രസൻസ് എന്ന് തന്നെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത് 1999 നമ്മൾ പുതുക്കി തന്ന കരാറിന്റെ നിയമപ്രകാരം ഇത് ട്രീറ്റിയുടെ ലംഘനമാണെന്നാണ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. എന്നിട്ട് പുള്ളി വൃത്തിയായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇത് നിങ്ങൾ നടപ്പാക്കിയില്ല എന്നുണ്ടെങ്കിൽ അമേരിക്കയുടേതായിട്ടുള്ള ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. ഈ കരാർ റദ്ദാക്കിക്കൊണ്ട് അമേരിക്കയ്ക്ക് ഇതിനെ തിരിച്ചെടുക്കേണ്ടി വരും എന്നുള്ള നിലയിലുള്ള ഒരു സൂചനയാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ജസ്റ്റ് ഒരു സൂചന മാത്രമാണ്. പക്ഷേ ഓൾറെഡി തന്നെ ഈ പനാമ കനാലിനെ ചൊല്ലിയുള്ള വിഷയങ്ങൾ അണിയറയിൽ കൃത്യമായിട്ട് അമേരിക്കയുടെ ഉള്ളിൽ നടക്കുന്നുണ്ടെന്നുള്ളതാണ്. വാഷിംഗ്ടൺ DC-യിൽ ഒരുപാട് ഇതിനെക്കുറിച്ചുള്ള തീരുമാനങ്ങൾ, ഡിസ്കഷൻസ് ഒക്കെ നടന്നിട്ടുണ്ട്. ഇത് നടത്തിയിട്ട് തന്നെയാണ് പോയത്. പ്രാഥമികമായിട്ട് ഇപ്പൊ ഇത് പറഞ്ഞിരിക്കുന്നത് ചൈനയുടെ പ്രസൻസ് ഒഴിവാക്കുക എന്നുള്ളതാണ്. ചൈന മാത്രമല്ല, റഷ്യയും കൂടെ അവിടെ ചേർത്ത് തന്നെയാണ് പറയുന്നത്. പക്ഷെ റഷ്യയുടെ അത്രമാത്രം പറയുന്നില്ലെങ്കിലും ചൈനയെ അവിടെ നിന്ന് ഒഴിവാക്കണം എന്ന് വളരെ കർശനമായിട്ടുള്ള തീരുമാനം ഇന്നത്തെ മീറ്റിംഗിൽ ഊന്നി പറഞ്ഞിട്ടുണ്ട്. ഹോസെ റൗൾ മുലിയാനോ എന്ന് പറയുന്നത് പനാമയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റുമായിട്ട് തന്നെയാണ് ഈ ഒരു ഡിസ്കഷൻ നടത്തിയത്. ഇതുകൂടാതെ നമ്മൾ അങ്ങനെ നേരെ ഓസ്ട്രേലിയയിൽ വന്നു കഴിഞ്ഞാൽ ഓസ്ട്രേലിയയിൽ ഫുള്ള് വെള്ളപ്പൊക്കമാണ്. വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞാൽ ആ രീതിയിലുള്ള ഫ്ലഡാണ്. കണ്ടിന്യൂസ് റെയിനിങ്, വെള്ളം നിറഞ്ഞു കിടക്കുകയാണ്. അതാണ് അവസ്ഥ. ഫുൾ ഫ്ലഡാണ്. അവിടെ ഒരു രീതിയിലും ചലിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. നമുക്ക് മൊത്തത്തിൽ ഓസ്ട്രേലിയ സിറ്റി മൊത്തം മുങ്ങിക്കിടക്കുന്ന ഒരു അവസ്ഥയാണ്. പിന്നെ ട്രംപ് വേറൊരു പരിപാടി ചെയ്തിട്ടുണ്ട്. അത് വേറെ ഒന്നുമല്ല, സൗത്ത് ആഫ്രിക്കയ്ക്കുള്ള എയ്ഡ്, സൗത്ത് ആഫ്രിക്കയ്ക്കുള്ള ഫണ്ട് മൊത്തത്തിൽ കട്ടാക്കിയിരിക്കുകയാണ്. ഇത് കട്ടാക്കേണ്ട ഒരു വിഷയമാണ്. ഞാൻ കുറെ നാളുകൊണ്ട് ഇത് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഈ സൗത്ത് ആഫ്രിക്ക എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല. ഇന്ത്യയിലെ ഗാന്ധിയുടെ അഹിംസാ രീതിയൊക്കെ പിന്തുടർന്ന് സ്വാതന്ത്ര്യം മേടിച്ചെന്നൊക്കെ അവകാശപ്പെടുന്ന ഒരു രാജ്യമാണ് ഈ ഒരു സൗത്ത് ആഫ്രിക്ക. നെൽസൺ മണ്ടേല എന്നൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പൊ ആ ഒരു രീതിയിലൊക്കെയാണ് പിന്നെ ഏതാണ്ട് 70s അവർക്ക് ഇൻഡിപെൻഡൻസ് കിട്ടുന്നത്. ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഈ സൗത്ത് ആഫ്രിക്കയ്ക്കുള്ളിൽ MB ഐഡിയോളജിയുടെ നല്ല രീതിയിലുള്ള കടന്നുകയറ്റം ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ പല സംഘടനകളും അന്നത്തെ കാലത്ത് പ്രവർത്തിച്ചിരുന്നത് ഈ ഒരു സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ്. അതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഏറ്റവും കൂടുതൽ സലഫിസം കൊണ്ട് നടന്ന ഇന്ത്യയിൽ അറിയപ്പെടുന്ന, ഇന്ത്യയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരാളുണ്ടല്ലോ, സാക്കിർ നായിക്കിന്റെ ഗുരു എന്ന് വേണമെങ്കിൽ പറയാം. ആ രീതിയിലുള്ള അഹമ്മദ് ദീദാത്ത് എന്ന് പറഞ്ഞൊരു വ്യക്തിയുണ്ട്. ഈ ദീദാത്തിൽ നിന്നൊക്കെ അഹമ്മദ് ദീദാത്തിൽ നിന്ന് ഒരുപാട് പിന്നെ ടീച്ചിങ്സും ലെസൺസ് ഒക്കെ ഇയാൾ കടമെടുത്തിട്ടുണ്ട്. ഈ സാക്കിർ നായിക്കിന്റെ പല കോട്ടിങ്സും ഈ അഹമ്മദ് ദീദാത്ത് പണ്ട് കോട്ട് ചെയ്തിരുന്ന കോട്ടിങ്സ് ആണ്. ആ രീതിയിലുള്ള അതിതീവ്ര നിലപാടുകളുള്ള ഡീപ്പ് റൂട്ടിൽ സൗത്ത് ആഫ്രിക്കയ്ക്കുള്ളിൽ ഈ ഒരു അഹമ്മദ് ദീദാത്ത് എന്ന് പറഞ്ഞ ഈ ഒരു വ്യക്തിയുടെ ഈ ഒരു MB ഐഡിയോളജിയുടെ പാർട്ടാണ് ഇയാള്. MB ഐഡിയോളജിയുടെ അതിനിർണായക കണ്ണികളിൽ ഒരാളാണ് ഈ ഒരു അഹമ്മദ് ദീദാത്ത്. അപ്പൊ ആ രീതിയിൽ അയാളുടെ സംഘടനകൾ, ഇതുമായിട്ട് ബന്ധപ്പെട്ട ഈ ഒരു ഇസ്ലാമിക സംഘടനകളുടെ നല്ല രീതിയിലുള്ള വേരോട്ടമുള്ള ഒരു മണ്ണാണ് ഈ സൗത്ത് ആഫ്രിക്ക. ഇത് പലരും ഇങ്ങനെ സൗത്ത് ആഫ്രിക്ക ബ്രിട്ടീഷ് റൂൾ ചെയ്തിരുന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അറിയില്ല. ബ്രിട്ടീഷ് ഒരു ഏരിയയിൽ, ഈ ക്യാപ്റ്റൗൺ പോലത്തെ ആ ഒരു സ്ഥലങ്ങളിൽ കുറച്ച് മോഡേണൈസ്ഡ് ആയിട്ടുള്ള ഏരിയകളിലാണ് ബ്രിട്ടീഷ് ഉണ്ടായിരുന്നത്. ബാക്കിയുള്ള ഏരിയകളിലെല്ലാം ദാരിദ്ര്യവും, അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ആ രീതിയിലുള്ള ഇപ്പോഴും ആഫ്രിക്കയിലുള്ള പല രാജ്യങ്ങളിലും എങ്ങനെയാണോ ദാരിദ്ര്യമുള്ളത് അതുപോലെ തന്നെ സൗത്ത് ആഫ്രിക്കയ്ക്കുള്ളിൽ ഉണ്ട് എന്നുള്ളതാണ് വസ്തുതാപരമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ അവിടെയൊക്കെ ഈ ഒരു ദാരിദ്ര്യം മുതലെടുത്തുകൊണ്ട് ഇവരുടെ കടന്നുകയറ്റം, ഈ ഒരു സംഘടനകളുടെ ഈ ഒരു MB ഐഡിയോളജിയുടെ കടന്നുകയറ്റം ഒക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഈ സംഘടനകൾക്ക് അവിടെ വളരാൻ നല്ല രീതിയിലുള്ള വളക്കൂറുള്ള മണ്ണായിട്ടാണ് സൗത്ത് ആഫ്രിക്ക ഉണ്ടായിരുന്നത്. ഇപ്പൊ തന്നെ ഇസ്രായേലിനെതിരെ ഇത്രമാത്രം കോർട്ടിൽ കേസുകളും ICC-യിലൊക്കെ കൊണ്ട്, ഈ ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ടിലൊക്കെ പോയ കേസൊക്കെ എവിടെ നിന്ന് പോയതാണ്? ഈ സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് പോയതാണ്.
അതായത് ഗവൺമെന്റിന്റെ ഡിസ്ക്രിമിനേഷന്റെ ഭാഗമായിട്ട് അവിടെ ഒരു കേസ് അവിടെ നടക്കുന്നുണ്ട്. അപ്പൊ ഇതുപോലത്തെ ചില പ്രവൃത്തികൾ അവിടെ ഉള്ളത് കൊണ്ട് തന്നെ അതൊക്കെ തീരുന്നത് വരെ ഇനി US നിന്ന് ഫണ്ട് ഒന്നും സൗത്ത് ആഫ്രിക്കയ്ക്ക് തരില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ട്രംപ് വളരെ നിർണായകമായിട്ടുള്ള ഡിസിഷൻസ് ആണ് എടുക്കുന്നത്. എല്ലാ തരത്തിലും നോക്കിക്കഴിഞ്ഞാൽ തീവ്രവാദത്തിനെ തുടച്ചു മാറ്റാനുള്ള എല്ലാ രീതിയിലുള്ള നടപടിക്രമങ്ങളും ട്രംപ് എടുക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വളരെ ബേസിക് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ഫണ്ട് കട്ട് ചെയ്യുന്നതെല്ലാം നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് ആരൊക്കെയാണോ തീവ്രവാദ പ്രവർത്തനത്തിന് കൂടുതൽ ഊന്നൽ നൽകുന്നത്, ഏതൊക്കെ രാജ്യങ്ങളാണോ ഇതിന് വളക്കൂറുള്ള മണ്ണായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്, അവിടെയുള്ള ഫണ്ടുകളെല്ലാം കട്ട് ചെയ്യുകയാണെന്നുള്ളതാണ്. 2023 മാത്രം ഏതാണ്ട് ഗവൺമെന്റ് രേഖ പ്രകാരം ഏതാണ്ട് $440 മില്യൺ സൗത്ത് ആഫ്രിക്കയ്ക്ക് എയ്ഡായിട്ട് കൊടുത്തിട്ടുണ്ട്. ഏത് 2023 മാത്രം. 2024 കണക്കിന് വരാനിരിക്കുന്നേ ഉള്ളൂ. സൗത്ത് ആഫ്രിക്കൻ പ്രസിഡന്റ് സിറിൽ റാംഫോസ അയാളിപ്പം ഞെട്ടി ധരിച്ചിരിക്കുകയാണ്. ഇത് ഇങ്ങനെയൊക്കെ ഫണ്ടൊക്കെ നിർത്തി കഴിഞ്ഞാൽ എങ്ങനെയാണെന്നുള്ളത്. ആദ്യം നീ ഇന്റർനാഷണൽ കോടതിയിൽ പോയിട്ട് ആ ഇസ്രായേലിനെതിരെ കൊടുത്തില്ല ഒരു കേസ്, അതങ്ങ് പിൻവലിക്കും. ബാക്കി പൈസ തരണോ വേണ്ടോ എന്നുള്ളത് പിന്നീട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇത് വളരെ വ്യക്തമായിട്ടുള്ള, ഇത് വളരെ ശരിയായിട്ടുള്ള തീരുമാനമായിട്ടാണ് തോന്നുന്നത്. ഇസ്രായേലും പാലസ്തീനും ഇവിടെ കിടന്ന് അടി കൂടുന്നത് അത് ഇന്നും ഇന്നലെ തുടങ്ങിയ അടിയും വഴക്കൊന്നുമില്ല. കുറെ നൂറ്റാണ്ടുകൾ കൊണ്ട് അവിടെ അടിയും വഴക്കമാണ്. പക്ഷേ ഇവൻ ഇവിടുന്ന് സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് പുതുമയായിട്ട് കേസും പൊക്കിക്കൊണ്ട് പോയിരിക്കുകയാണ് ഇവിടെ ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ടിൽ. ആ ഇന്റർനാഷണൽ കോർട്ടിനെയും സാങ്ഷൻ ചെയ്ത് ആ കേസ് കൊടുത്തവന് ഉള്ള ഫണ്ട് ഇപ്പൊ കട്ട് ചെയ്തിരിക്കുകയാണ്. പിന്നെ നമ്മൾ ഇതിന് മുമ്പിട്ട വീഡിയോയിൽ അസർബൈജാൻ ചെയ്ത ഒരു വിഷയം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് അവർ ഈ എനർജി സെക്ടറിൽ ഇസ്രായേലിന്റെ ഉള്ളിൽ 10% ഷെയർ മേടിക്കുന്നതിനെ കുറിച്ച്. അപ്പൊ അത് ഇറാന് താല്പര്യപ്പെട്ടില്ല. ഇറാൻ ഇന്ന് അസർബൈജാന്റെ റെപ്രസെന്റേറ്റീവിനെ വിളിച്ചു വരുത്തി ആയത്തുൽ ഖമേനിയുമായിട്ട് ഡയറക്റ്റ് മീറ്റിംഗ് നടത്തി അതിനെക്കുറിച്ച് ഗണ്ണിച്ചിരിക്കുകയാണ്. നിങ്ങളിങ്ങനെ ചെയ്യുന്നത് ശരിയല്ല, ഇത് വളരെ മോശമായി പോയി എന്നുള്ള രീതിയിലുള്ള താക്കീത് എന്ന് വേണമെങ്കിൽ പറയാം. ആ രീതിയിൽ താക്കീത് കൊടുത്തിരിക്കുകയാണ് അസർബൈജാൻ വേറൊരു രാജ്യമാണ്. അസർബൈജാന്റേതായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്, അവർക്ക് അതിനുള്ള സൊവറിനിറ്റി ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മറ്റുള്ള ലോകരാജ്യങ്ങൾ അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത്. ഇറാൻ തകർന്ന് തരിപ്പണമായി എന്ന് വളരെ വളരെ വ്യക്തമാക്കുന്ന പല രീതിയിലുള്ള സംഭവങ്ങളാണ് ചുറ്റിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവരുടെ സെക്ടറിൽ ചേർന്ന് നിന്നിരുന്ന ആൾക്കാരൊക്കെ ഇപ്പം മറ്റുള്ള ചേരികളിലേക്ക് മാറിപ്പോകുന്നത്. കാരണം അവരുടെ ബിസിനസ് താല്പര്യങ്ങൾ നോക്കണ്ടേ, അവരുടെ ബിസിനസ് താല്പര്യം നോക്കി പോകുന്നത്. കാരണം ഇറാനെ വിശ്വസിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമില്ല. അത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കൊണ്ടാണ് അസർബൈജാൻ അവരുടേതായിട്ടുള്ള തീരുമാനം എടുത്ത് മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഇത് എന്താണ് സൂചിപ്പിക്കുന്നത് പറഞ്ഞാൽ അന്താരാഷ്ട്ര തലത്തിൽ അമേരിക്കയുടെ നയം മാറിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ പുതിയ നയത്തിനൊത്തുള്ള തീരുമാനങ്ങളാണ് ബാക്കിയുള്ള രാജ്യങ്ങളൊക്കെ ഇപ്പൊ എടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇവരൊക്കെ ഇങ്ങനെ നയം മാറ്റുന്നത്. ഇങ്ങനെ ഇപ്പോഴും ഇറാൻ ഞാൻ പറയുന്നതാണ് ശരി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഇറാൻ പണ്ട് ഒരു ഫേക്ക് നറേറ്റീവ് സെറ്റ് ചെയ്ത് വെച്ചിരുന്നത്, അത് പൊളിഞ്ഞു വീണു എന്നുള്ളത് ഇറാൻ ഇപ്പോഴും ബോധ്യപ്പെട്ടിട്ടില്ല. അതാണ് ഇതിൽ ഏറ്റവും വലിയ കോമഡി. ഇനി ഇറാന് പണി കൊടുക്കാൻ വേണ്ടി വേറൊരാളോടെ കാത്തിരിപ്പുണ്ട്. അതാരുമല്ല, തയ്യബ് എർദോഗൻ ഇന്ന് കാണിച്ചിരിക്കുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ ഈ ഒരു പടം കണ്ടോ, ഞാൻ കാണിക്കുന്ന ഒരു പിക്ചർ. ഈ പിക്ചറിൽ തയ്യബ് എർദോഗൻ കാണിക്കുന്നത് ആ കുർദിസ്ഥാൻ മേഖല എന്ന് പറയുന്ന ആ ഒരു മാപ്പാണ് പുള്ളി കാണിക്കുന്നത്. അതായത് ഇതിന്റെ എൻറ്റയർ ബോർഡർ ഷെയർ ചെയ്തിരിക്കുന്നത് തുർക്കിയുമായിട്ടാണ്. അതായത് ഇറാഖ് ഉൾപ്പെടെ സിറിയയിൽ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളോട് ചേർന്ന് കിടക്കുന്നതാണ് ഈ കുർദിസ്ഥാൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ മാപ്പ് കാണിച്ചുകൊണ്ട് പുള്ളി പറയുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാല് ഇത് ഈ ഇറാൻ ഏറ്റവും കൂടുതൽ ഈ കുർദിസ്ഥാൻ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ ഇറാൻ ആയുധം ഒഴുക്കുന്നത് എന്നുള്ളൊരു ക്ലെയിമാണ് തയ്യബ് എർദോഗൻ വെച്ചിരിക്കുന്നത്. അപ്പൊ തയ്യബ് എർദോഗൻ വെച്ചിരിക്കുന്നത് ജിയോ പൊളിറ്റിക്സിൽ ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു ലാൻഡ് സ്ട്രക്ചർ കിടക്കുന്നത് നിങ്ങൾ നോക്കിക്കോളൂ എന്നുള്ള രീതിയിൽ ഫുൾ ആൻഡ് ഫുൾ ഇന്ന് ഈ ഒരു മാപ്പ് വെച്ചിട്ടാണ് പുള്ളി ഡിസ്പ്ലേ ചെയ്ത് സംസാരിക്കേണ്ടായത്. അപ്പൊ ഇതിനകത്ത് ഒരു കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുർക്കിക്കും ഇസ്രായേലിന്റെ സഹായം വേണ്ടി വരുന്നോ എന്നുള്ള നിലയിലുള്ള ഒരു ചോദ്യം കൂടി പലർക്കും വരുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഇപ്പൊ പുള്ളി പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാല് ഇസ്രായേലിന്റെ ഏറ്റവും വലിയ ത്രെട്ട് ആണല്ലോ ഈ ഒരു ഇറാന്റെ ആയുധക്കടത്ത് എന്ന് പറയുന്നത്. കാരണം ഇറാന്റെ ആയുധങ്ങളാണ് ത്രൂ ഔട്ട് ഈ ഒരു സിറിയയിലൂടെ കടന്നു വന്ന് ലെബനാന്റെ ബോർഡർ കടന്ന് പിന്നെ ഹിസ്ബുള്ളയുടെ കയ്യിലെത്തുന്നത്. തയ്യബ് എർദോഗൻ ഇൻഡയറക്ട്ലി ഇസ്രായേലിന് കൊടുക്കുന്ന ഒരു സൂചനയാണ്, ഇൻഡയറക്ട്ലി അല്ല ഡയറക്ട്ലി കൊടുക്കുന്ന ഒരു സൂചനയാണ് ഈ ഒരു ഇറാൻ ആയുധം കടത്തുന്നു കുർദിസ്ഥാൻ മേഖല വഴി എന്ന് പറഞ്ഞത്. അപ്പൊ എന്ത് ചെയ്യണം? ഇസ്രായേൽ കുർദിസ്ഥാനെ അടിക്കണോ? ഇസ്രായേൽ ഒരിക്കലും കുർദിസ്ഥാന്റെ മേളിൽ ആക്രമണം നടത്താൻ പോകുന്നില്ല, ഒന്നാമത്തെ കാര്യം. ഇനി അഥവാ അവിടെ ഏതെങ്കിലും രീതിയിൽ ഇങ്ങനെ ആയുധക്കടത്ത് നടത്തുന്നു എന്നുള്ള രീതിയിൽ മൊസാദിനോ അല്ലെങ്കിൽ ഷിൻബെറ്റിനോ ഏതെങ്കിലും ഇന്റലിജൻസ് വിവരം കിട്ടിക്കഴിഞ്ഞാൽ ഇസ്രായേൽ ആ ഒരു പ്രിസൈസ് ആയിട്ട് അവർ സ്ഥലം മാത്രം അറ്റാക്ക് ചെയ്യും. അങ്ങനെ അറ്റാക്ക് ചെയ്യുമ്പോഴും അവിടെ കുർദിസ്ഥാൻ മേഖലയിൽ അമേരിക്കൻ ബേസ് ഉണ്ട്. അപ്പൊ അമേരിക്കൻ ബേസിനെ ഇൻഫോം ചെയ്തിട്ട് ആ ഒരു ത്രൂ മാത്രമേ നടത്തുള്ളൂ. അല്ലാതെ ഇസ്രായേൽ പോയി താറുമാറായിട്ട് കുർദിസ്ഥാൻ മേഖലയിൽ അറ്റാക്ക് ചെയ്യത്തില്ല. അത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. പിന്നെ ഇസ്രായേൽ ത്രൂ തയ്യബ് എർദോഗൻ ആരെയാണ് ലക്ഷ്യമിടുന്നത്? വളരെ വ്യക്തമാണ്, ഇറാനെ തന്നെയാണ്. ഇസ്രായേലിനെ കൊണ്ട് ഇറാനെ അറ്റാക്ക് ചെയ്യിപ്പിക്കാനുള്ള മാർഗമാണ്, അതിനുള്ള എരിതിയിൽ എണ്ണയാണ് തയ്യബ് എർദോഗൻ ഒഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ കാര്യം മനസ്സിലായല്ലോ. ഇന്ന് സിറിയക്കുള്ളില് ഒരു കാർ ബോംബ് സ്ഫോടനം, അത് തുർക്കി ബോർഡറിൽ നിന്ന് ജസ്റ്റ് 30 കിലോമീറ്റർ അകലെയാണ്. തുർക്കി ബോർഡറിൽ നിന്നും 30 കിലോമീറ്റർ സിറിയക്കുള്ളില്. ഈ ലാസ്റ്റ് 1, 2, 3 ദിവസങ്ങളിൽ ഇത് രണ്ടാമത്തെ ബോംബ് സ്ഫോടനമാണ്. ഏതാണ്ട് 15 പേർ കൊല്ലപ്പെട്ടു. ആ രീതിയിലുള്ള ഹെവി ആയിട്ടുള്ള ബോംബാണ് അവിടെ നിന്ന് പൊട്ടിക്കുന്നത്.
കാർ ബോംബ് സ്ഫോടനം ഇത് ആരാണ് ചെയ്യുന്നത്? ഇത് കുർദുകളാണോ ചെയ്യുന്നത്, ഇല്ലെങ്കിൽ തുർക്കിയുടെ ആൾക്കാരാണോ ചെയ്യുന്നത്, ഇല്ലെങ്കിൽ ഇത് സിറിയയിലെ HTS ആണോ ചെയ്യുന്നത്, അല്ലെങ്കിൽ അവിടെയുള്ള മറ്റുള്ള ഇതര സംഘടനകളാണോ ചെയ്യുന്നത്? ഇത് ഒരു പിടുത്തമില്ല എന്നുള്ളതാണ്. കാരണം എന്താണ്? സിറിയ ഈ പറഞ്ഞതുപോലെ 4 വർഷം നല്ല രീതിയിൽ പൂർത്തീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവിടെ സിറിയയിൽ ഖത്തർ ഇടപെട്ട് തുടങ്ങി. ഖത്തർ ഇടപെട്ടാൽ തീർന്നല്ലോ, കഴിഞ്ഞു. നമ്മുടെ ആദ്യത്തെ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഖത്തർ ഇടപെട്ട് കഴിഞ്ഞാൽ അവിടെ ഫുൾ തീവ്രവാദമായിരിക്കും. കാരണം അവന്മാരാണ് തീവ്രവാദത്തിന്റെ സ്പോൺസർ. HTS-നെ അവനായിരിക്കും സ്പോൺസർ ചെയ്യുന്നത്, HTS-നെ അടിക്കാനുള്ള ആളിനെ അവൻ തന്നെയായിരിക്കും സ്പോൺസർ ചെയ്യുന്നത്. ഈ രീതിയിൽ 2 സൈഡും 3 സൈഡൊക്കെ സ്പോൺസർ ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ആളാണ് ഖത്തർ. അതുകൊണ്ടാണ് ഇത്രയും തീവ്രവാദ സംഘടനകൾക്കും ഇവൻ ഒറ്റൊരു മീഡിയേറ്ററേ ഉള്ളൂ. താലിബാന് മീഡിയേറ്റർ ചെയ്യണമെങ്കിൽ ഖത്തർ, ഏത് തീവ്രവാദ സംഘടനയ്ക്ക് മീഡിയേഷൻ ചെയ്യണമെങ്കിൽ ഖത്തറാണ്. അപ്പൊ ഇതിൽ തന്നെ വളരെ വ്യക്തമാണ് ഖത്തറിന്റെ നിലപാടും ഖത്തറിന്റെ ആക്ടിവിറ്റീസ് എന്താണെന്നുള്ളത്. US-ന്റെ ഒരു മിലിറ്ററി ബേസ് അവിടെ ഉണ്ട് എന്നുള്ളതിൽ ഉപരിയായിട്ട് അതിനകത്ത് വേറെ ഒരു കളികളും ഇല്ല എന്നുള്ളതാണ്. ഈ ഖത്തറിനെ ട്രംപ് കൃത്യമായിട്ട് മാറ്റി നിർത്തും, പക്ഷെ അതിനുള്ള ടൈം ആയിട്ടില്ല. നെതന്യാഹു US-ൽ ലാൻഡ് ചെയ്തിരിക്കുകയാണ്. ലാൻഡ് ചെയ്തപ്പം പുള്ളി പറഞ്ഞ വിഷയം എന്ന് പറഞ്ഞാൽ 2 അഡീഷണൽ വിഷയം കൂടെ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, സൗദി നോർമലൈസേഷനെ കുറിച്ചുള്ള ഡിസ്കഷൻ ഉണ്ടാവും, പക്ഷെ അതിന് നെതന്യാഹു കൊടുക്കാൻ പോകുന്ന മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വ്യക്തമായിരിക്കും. പാലസ്തീനിയൻ സ്റ്റേറ്റ് ആ ഒരു പേരും പറഞ്ഞുകൊണ്ട് ഒരു നോർമലൈസേഷൻ വേണ്ട, അത് തന്നെയാണ് നെതന്യാഹുവിന്റെ തീരുമാനം. നമ്മൾ ഓൾറെഡി ഇതിനെ പറഞ്ഞിട്ടുണ്ട്. ഈ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്തായാലും ചർച്ച തീർന്ന് അതിന്റെ ഡെവലപ്പിംഗ് സ്റ്റോറിയൊക്കെ വരട്ടെ, അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് കൂടാതെ ഒരു കാര്യം കൂടെ പുള്ളി പറഞ്ഞിരിക്കുന്നത്, അടുത്ത ഡീൽ, അതായത് ഈ സീസ് ഫയർ ഡീൽ എക്സ്റ്റൻഷനിൽ ചില കണ്ടീഷൻസ് ഉണ്ട്. ഇസ്രായേലിന്റെ കണ്ടീഷൻസ് ആദ്യമേ തന്നെ ട്രംപിന്റെ അടുത്ത് ഡിസ്കസ് ചെയ്ത രീതിയിലുള്ള ഒരു ഫോർമാറ്റ് ആയിരിക്കും രണ്ടാമത്തെ സീസ് ഫയർ ഡീലിൽ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇതിനകത്ത് വളരെ വ്യക്തമാണ്, കാരണം ഇസ്രായേൽ ഒരു പ്രീ അജണ്ടയോട് കൂടി ആയിരിക്കും ഹമാസിനെ നേരിടുക ഇത്തവണ. അപ്പൊ അതുകൊണ്ട് ഹമാസ് വെക്കുന്ന ചില കണ്ടീഷൻസ് ഒക്കെ ഉണ്ടാവും. ആ കണ്ടീഷൻസ് ഒക്കെ തള്ളിപ്പോവാനാണ് സാധ്യത. ഇനി അഥവാ വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള കണ്ടീഷൻസ് ആണെങ്കിൽ മാത്രമാണ് വീണ്ടും ചർച്ച നടക്കുക എന്നുള്ളത്. പിന്നെ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് ഈ യായിർ ലാപ്പിഡ് എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ പ്രതിപക്ഷ നേതാവാണ്. ഈ പ്രതിപക്ഷ നേതാവ് പുള്ളി പറഞ്ഞിരിക്കുന്നത്, രണ്ടാമത്തെ സീസ് ഫയർ ആ ഒരു സ്റ്റേജ് എക്സ്റ്റെൻഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അത് പ്രിവെന്റ് ചെയ്യാൻ യാതൊരു സാധ്യതയില്ല. ഓപ്പോസിറ്റ് പാർട്ടികളെ എല്ലാ പാർട്ടികളെയും സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടാവും. ഈ സീസ് ഫയർ ഡീൽ കൊണ്ട് സർക്കാർ വീഴും എന്നുള്ള പേടിയൊന്നും നെതന്യാഹുവിന് പേടിക്കേണ്ടതില്ല. ഞങ്ങൾ ഫുൾ സപ്പോർട്ട് തരുന്നുണ്ട്. സീസ് ഫയർ ഡീൽ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് കൊണ്ടുപോകണം എന്നാണ് യായിർ ലാപ്പിഡ് പറയുന്നത്. അത് വേറൊന്നും കൊണ്ടല്ല, യാർദേൻ ബിബാസ് എന്ന് പറഞ്ഞ ആ ഒരു വ്യക്തിയെ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു 2 ദിവസത്തിന് മുമ്പ്. ഈ ഒരു വ്യക്തി നിരന്തരം എന്റെ ഭാര്യയും മക്കളെയും നിങ്ങൾ പിടിച്ചോണ്ട് പോയതല്ലേ, അവരെവിടെയാണെന്നുള്ള രീതിയിലുള്ള ആ ഒരു അന്വേഷണം നടത്തിയ സമയത്ത് യുവമാർ കാണിച്ച പരിപാടി എന്ന് പറഞ്ഞാൽ, ഈ ഹമാസ് യുവമാർ ബീറ്റൻ അടിച്ചിരിക്കുകയാണ്. അടിയും ഉപദ്രവവും പല രീതിയിലുള്ള പീഡനങ്ങളുമാണ് ഈ ഒരു യാർദേൻ ബിബാസിന് നേരിടേണ്ടി വന്നത്. അതുപോലെ മറ്റുള്ള ബന്ദികളും പല രീതിയിലുള്ള അനുഭവങ്ങൾ വെളിയിൽ പറയുന്നുണ്ട്. കുറെ കൂടുതലായിട്ട് വെളിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ് കാര്യങ്ങൾ. ബന്ദികളെ പട്ടിണിക്കിടുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ഹോബിയായിട്ട് ഇവന്മാർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അഥവാ വിശക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്മാർ സെഡേറ്റീവ്സ് കൊണ്ട് കൊടുക്കും. ഈ സെഡേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ അറിയാലോ, മരുന്നുകൾ, പല മരുന്നുകളും അവരുടെ കയ്യിലുണ്ട്. ഈ മരുന്നുകൾ അവന്മാർ കൊടുക്കും. ഡോക്ടർ അല്ലല്ലോ അവിടെ പ്രിസ്ക്രൈബ് ചെയ്യുന്നത്, യുവമാരുടെ കയ്യിലുള്ള മരുന്ന്. ഞാൻ പറഞ്ഞല്ലോ, പണ്ടേ പറഞ്ഞിട്ടുണ്ട്, യുവമാരുടെ കയ്യിൽ ഭയങ്കരമായിട്ടുള്ള മരുന്നിന്റെ അടിമകളാണ് യുവമാര്. അല്ലാതെ യുവമാരെ ഇങ്ങനെ പിടിച്ചു നിർത്താൻ പറ്റത്തില്ല. മരുന്നിന് അടിമപ്പെട്ടിട്ടാണ് യുവമാർ ജീവിക്കുന്നത്. അതിനുശേഷം ഇവരെ നനഞ്ഞ വസ്ത്രത്തിൽ ഒരു ഷവർ എടുപ്പിക്കുന്ന ഒരു അവസ്ഥ. മാറ്റിയിടാൻ വേറെ വസ്ത്രങ്ങളില്ല, നനഞ്ഞ വസ്ത്രത്തോടുകൂടി തന്നെ ഇരിക്കണം. ഇവരെ കേജിലടയ്ക്കുക. എന്തെങ്കിലുമൊക്കെ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ പനിഷ്മെന്റ് എന്നുള്ള നിലയിൽ കൊണ്ടുപോയി കേജിലടയ്ക്കുക. ഇതൊക്കെ കേട്ടിട്ടുണ്ട്, മൃഗങ്ങളെ ഡീൽ ചെയ്യുന്ന പോലെയുള്ള ഡീലിങ്സ്. ഇതാണ് യുവമാർ കാണിച്ചുകൊണ്ടുള്ള പരിപാടി. അപ്പൊ ഇപ്പോഴൊക്കെ പതിയെ ഈ വിഷയങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. ഇനി എത്രയോ കാര്യങ്ങൾ ഇനി വെളിയിൽ വരാനുണ്ട്. ചെറിയ ദിവസങ്ങളൊന്നുമല്ലോ, 480 ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവുമല്ലോ, ഏതാണ്ട് 1.5 വർഷം ആകാൻ പോകുന്നു. അപ്പൊ ആ രീതിയിലാണ് ഇവന്മാരുടെ ട്രീറ്റ്മെന്റിന്റെ ക്രൂരതകൾ ഓരോന്നായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഇടയ്ക്കാണ് നമ്മളുടെ ഒരു കോമഡി ചാനലായിട്ടുള്ള BBC പണ്ടോട്ടേ ഈ വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബയാസ്ഡ് ആയിട്ടൊക്കെ പ്രധാനമായിട്ട് ഇന്ത്യക്കെതിരെ ബയാസ്ഡ് ആയിട്ട് വാർത്ത കൊടുക്കാൻ ഭയങ്കര മിടുക്കുള്ള ഒരു ചാനലാണ് BBC. കാരണം അവര് ഈ BBC പണ്ടും ഇന്ത്യക്കാരെയൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും ഇന്ത്യക്കാർ അണ്ടർ കൊളോണിയലിനാണ് ജീവിക്കുന്നത് എന്നുള്ള ഒരു ധാരണ BBC ഉള്ളതായിട്ട് നമുക്ക് പലപ്പോഴും മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ ഇത് കാലം മാറിയത് BBC അറിഞ്ഞിട്ടില്ല. അതാണ് ഇതിൽ ഏറ്റവും വലിയ തമാശ എന്ന് പറയുന്നത്. BBC ഇസ്രായേലിൽ നിന്ന് കാണിച്ചിരിക്കുന്ന ഒരു വിഡ്ഢിത്തരം വേറെ ഒന്നുമില്ല. ഈ ഒരു ബന്ദിയായിട്ട് പിടിച്ചുകൊണ്ട് പോയ ആൾക്കാരെ ഇവര് പ്രിസണേഴ്സ് എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു. ഈ ഒരു ബന്ദികളെ പ്രിസണേഴ്സ് എന്ന് വിശേഷിപ്പിച്ചതിന് മാപ്പ് പറഞ്ഞുകൊണ്ട്, അത് ഓപ്പൺ ആയിട്ട് പബ്ലിക് മാപ്പ് പറഞ്ഞുകൊണ്ട് BBC രംഗത്ത് വന്നിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഒരു തെറ്റ് പറ്റി, ഞങ്ങൾക്ക് ഒരു പിഴവ് പറ്റി, ഞങ്ങൾ ബന്ദികളെ പ്രിസണേഴ്സ് എന്നല്ല പറയേണ്ടത്, അത് ഞങ്ങളുടെ ഒരു പിഴവാണെന്നുള്ള രീതിയിൽ ഒരു നിരുപാധികം മാപ്പ് തരണം എന്ന് പറഞ്ഞിട്ട് മാപ്പ് അപേക്ഷയുമായിട്ട് BBC വന്നിട്ടുണ്ടെന്നുള്ളതാണ്. നമ്മുടെ തയ്യബ് എർദോഗന്റെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ പറഞ്ഞല്ലോ, അതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ ഒരു വിഷയത്തിൽ പറയാൻ വന്നത്. കാരണം തയ്യബ് എർദോഗൻ നന്നായിട്ട് അവിടെ കളിക്കുന്നുണ്ട് സിറിയയിലുള്ളിൽ. തയ്യബ് എർദോഗന് ഒറ്റയ്ക്ക് സിറിയക്കുള്ളിൽ പിടിച്ചു നിൽക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം ഈ സിറിയക്കുള്ളിലുള്ളത് ഒരു സെക്ട് അല്ല, പല രീതിയിലുള്ള തീവ്രവാദികളാണ് അതിന്റെ ഉള്ളിലുള്ളത്. ഈ അസാദിന്റെ സപ്പോർട്ടേഴ്സ് ആയിട്ടുള്ള കുറെ ആൾക്കാർ വേറെയുണ്ട്. അവരൊക്കെ ഒളിച്ചിരിക്കുകയാണ്, മനസ്സിലായി, അവരൊക്കെ പതുങ്ങിയിരിക്കുകയാണ്, വളരെ സൈലന്റ് ആയിട്ടിരിക്കുകയാണ്. അപ്പൊ അവരും കൂടെ ആ ഒരു സാഹചര്യം അനുസരിച്ച് പുറത്തോട്ട് വരാനുള്ള സാധ്യതയുണ്ട്. സിറിയക്കുള്ളിൽ ഏതെങ്കിലും രീതിയിൽ ചില പൊളിറ്റിക്കൽ അന്തരീക്ഷത്തിൽ എന്തെങ്കിലും ചേഞ്ച് വരുന്നുണ്ടെങ്കിൽ, അവിടെ റഷ്യയിൽ ടൂറിന് പോയിരിക്കുന്ന ആൾക്കാരല്ലേ അസാദ് കൃത്യമായിട്ട് ആ ഒരു ടൈം നോക്കിയിരിക്കും.
അയാളുടെ സൈഡിൽ നിന്ന് പണിയും തുടങ്ങും, മൊത്തത്തിൽ കൂട്ടടിയാവും. അതുകൊണ്ട് തന്നെയാണ് തയ്യബ് എർദോഗൻ കുറച്ച് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇതിനെ അങ്ങ് മുന്നോട്ട് ഇറങ്ങുന്നത്. പക്ഷെ എല്ലാം തീർന്നാലും അറ്റ് ദ എൻഡ് ഇത് ഇസ്രായേലിന് മുന്നിൽ തന്നെ വന്ന് നിൽക്കും. അതാണ് തയ്യബ് എർദോഗന്റെ പ്രശ്നം. കാരണം തയ്യബ് എർദോഗൻ ഒരു ദീനിയാണ്. ഒരു ദീനിയായിട്ടുള്ള ഒരാൾക്ക് ഒരിക്കലും ജൂവിനെ അങ്ങനെ ഒരു എന്റർടൈൻ ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. അത് വസ്തുതാപരമായിട്ടുള്ള കാര്യമാണ്. കാരണം അയാൾ പഠിച്ചു വെച്ചിരിക്കുന്നത് അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് ഇതെല്ലാം ഏതെങ്കിലും രീതിയിൽ കലങ്ങി മറിഞ്ഞായാലും അവസാനം ഇതെല്ലാം എടുത്തുകൊണ്ട് ഇസ്രായേലിനെതിരെ വന്ന് നിൽക്കും. അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേൽ കൃത്യമായിട്ടൊരു മറുപടി പറഞ്ഞിരിക്കുന്നത്. തയ്യബ് എർദോഗൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഇസ്രായേൽ എടുക്കുന്നില്ല. ഇറാനെ എങ്ങനെ തടയണം, ഇറാനെ എങ്ങനെ അറ്റാക്ക് ചെയ്യണം എന്നുള്ളത് ഇസ്രായേലിന് വളരെ വ്യക്തമായിട്ട് അറിയാം. തയ്യബ് എർദോഗൻ ഉദ്ദേശിക്കുന്ന പോലെ ഇറാന്റെ ഉള്ളിൽ തലങ്ങും വിലങ്ങും പോയിട്ട് ഇറാന്റെ ജനങ്ങളെ ഇസ്രായേൽ ഒന്നും ചെയ്യത്തില്ല. അതാദ്യം മനസ്സിലാക്കുക. ഇറാനിയൻ ജനങ്ങളുമായിട്ട് ഇസ്രായേലിന് യാതൊരുവിധ പ്രശ്നങ്ങളില്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. അത് നെതന്യാഹു ഇതിനെ പല വേദികളിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇസ്രായേൽ ചെയ്യുന്ന കാര്യങ്ങൾ ഇറാന്റെ ഈ ഒരു IRGC എന്ന് പറഞ്ഞ ഈ ഒരു റെജീമിനെ തകർക്കാൻ എന്തൊക്കെ ചെയ്യണോ ആ രീതിയിലുള്ള പ്രിസൈസ് ആയിട്ടുള്ള ആക്രമണങ്ങൾ പല ഏരിയകളിൽ നടത്തും. അതാണ് ഇറാനിൽ ലക്ഷ്യമിടുന്നത്. അല്ലാതെ ഇറാനിൽ ഓടിച്ചെന്നങ്ങ് പടപടയെന്ന് കുറെ ബോംബിടും, അങ്ങനെയല്ല. അത് ആദ്യം മനസ്സിലാക്കുക. തയ്യബ് എർദോഗൻ ഇതുവരെ ഇസ്രായേലിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഏത് രീതിയിൽ എണ്ണ ഒഴിച്ചാലും ഇസ്രായേലിന്റെ സമീപനം അതിനോട് വളരെ വളരെ മൈൽഡ് ആയിരിക്കും. കാരണം തുർക്കി എന്താണെന്നുള്ളത് ഇസ്രായേലിന് വളരെ വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് തുർക്കിയുടെ ഈ ഒരു കളിക്കൊന്നും നിൽക്കത്തില്ല. പക്ഷെ തുർക്കിക്ക് ഇപ്പം ഇസ്രായേലിന്റെ സഹായം വേണം. കാരണം ഈ ഒരു HTSനെ കസേരയിൽ ഇരുത്തിയത് ഇസ്രായേലാണല്ലോ. കൃത്യമായിട്ട് പ്രിസൈസ് അറ്റാക്കുകൾ നടത്തി കൊടുത്തത് കൊണ്ടാണ് ഈ HTSന് ഇങ്ങനെ ഒരു സക്സസിൽ പോയിരിക്കാൻ പറ്റിയത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇസ്രായേലിനെ ഇങ്ങനെ പിരിയിളക്കി വിട്ടു കഴിഞ്ഞാൽ അവർ ഇതൊക്കെ ഒന്ന് വാച്ച് ചെയ്ത് ആ ഒരു രീതിയിൽ പോയി ആക്രമണങ്ങൾ നടത്തിക്കോളും എന്നുള്ളൊരു തെറ്റിദ്ധാരണയാണ് എർദോഗൻ ഉണ്ടായത്. പക്ഷേ ഇസ്രായേൽ ഇന്ന് അതിന് മറുപടി കൊടുത്തിട്ടുണ്ട്. ഇസ്രായേൽ കൊടുത്ത മറുപടി എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ അതുകൊണ്ട് തന്നെയാണ് സിറിയയിലെ ഗോലാൻ ഹെയ്റ്റ്സ്, ഹെർമോൺ മൗണ്ട്സ് എന്ന് പറഞ്ഞ രീതിയിലുള്ള ചില ഏരിയാസ് ഞങ്ങൾ എടുത്തു വെച്ചിരിക്കുകയാണ്. അത് ഞങ്ങൾ അനക്സ് ചെയ്യാൻ പോവാണ്. കാരണം ഞങ്ങളുടെ സെക്യൂരിറ്റിയുടെ ഒരു ത്രെട്ട് ആയിട്ട് ആ ഒരു ഏരിയ ഞങ്ങൾ പ്രൊട്ടക്ട് ചെയ്താൽ മതി. ആ ഏരിയയിൽ നിന്നാണ് അതിൽ കൂടെ വേണമല്ലോ ഇസ്രായേലിന്റെ ഉള്ളിൽ ആക്രമണം നടത്താൻ. അപ്പൊ ആ ഏരിയ സിറിയയിൽ നിന്ന് വരുന്ന ഒരു ആക്രമണം തടയാൻ ഹെർമോൺ മൗണ്ട്സ് അതുപോലെ തന്നെ ഈ ഒരു ബഫർ സോൺ ഉൾപ്പെടെയുള്ള ഗോലാൻ ഹെയ്റ്റ്സ് ഭാഗങ്ങൾ മൊത്തം ഞങ്ങൾ എക്സ്റ്റെൻഡഡ് ഏരിയ വെച്ചിട്ട് അതങ്ങ് അനക്സ് ചെയ്യുകയാണ് ആ ഭാഗം. എന്നിട്ട് അതിന് പുറമേ നിങ്ങൾക്ക് ബഫർ സോൺ തരാം.